ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. കൺട്രോളിംഗ് ആണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് മാനേജ്മെൻറ്റ് ഫങ്ഷൻസിലെ അവസാനത്തെ പാർട്ടാണ് കൺട്രോളിംഗ്. എന്താണ് കൺട്രോളിംഗ് എന്ന് നോക്കാം. Controlling is a process through which the management ensures that actual performances conform to the plan. ഓൾറെഡി നമുക്കൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനുമായിട്ട് ആക്ച്വൽ പെർഫോമൻസസ് മാച്ച് ആവുന്നുണ്ടോ എന്ന് മാനേജ്മെൻറ്റ് ചെക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് കൺട്രോളിംഗ്. ഇറ്റ് വെരിഫൈസ് വെദർ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൻ അഗ്രി വിത്ത് പ്ലാൻ, ഇൻസ്ട്രക്ഷൻ ഗിവൻ ആൻഡ് റിസൾട്ട്സ് എക്സ്പെക്റ്റഡ്. It discovers deviation from the results expected. It also identifies the reasons for the deviation and suggests suitable action to avoid their recurrence in future. Discover of deviation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പ്ലാനിൽ പറയുന്ന തോതിൽ തന്നെയാണോ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്, അതോ പ്ലാനിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ അങ്ങനെ അത് ആദ്യം ഒബ്സർവ് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം അതിന് എന്ത് കാരണം കൊണ്ടാണ് പ്ലാനിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പെർഫോമൻസ് പോകുന്നത് നോക്കണം. അതിനുശേഷം അത് കറക്റ്റ് ചെയ്തിട്ട് എന്താണോ പ്ലാൻ അതിനനുസരിച്ച് നമുക്ക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഡെഫിനേഷൻസ് നോക്കണേ. കൺട്രോൾ കൺസിസ്റ്റ് in verifying whether everything occurs in conformity with the plan adopted, the instruction issued, and the principles established. It has for its objects to point out weakness and errors in order to rectify them and prevent recurrences. Almost നമ്മൾ മുന്നേ പറഞ്ഞ അതേ മീനിങ് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഹെൻറി ഫയോളിൻ്റെ ഡെഫിനേഷനാണ്. അടുത്ത ടെറി ആൻഡ് ഫ്രാങ്ക്ലിൻ എന്താണ് പറയുന്നത് നോക്കാം. കൺട്രോളിംഗ് ഈസ് ഡിറ്റർമിനിങ് വാട്ട് ഈസ് ബീയിങ് അക്കംപ്ലിഷ്ഡ്, that is evaluating the performance and, if necessary, applying corrective measures so that performance takes place according to the plan. എല്ലാവരും പറയുന്നത് നമ്മൾ എന്താണ് അക്കംപ്ലിഷ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് പെർഫോമൻസ്, അതിൻ്റെ വാല്യുവേഷൻ, അത് പ്ലാനുമായിട്ട് യോജിച്ച് പോകുന്നുണ്ടോ എന്നുള്ള ഒരു റീചെക്ക്, റിവ്യൂ ആണ് ഈ കൺട്രോളിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് കൺട്രോളിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഓഫ് ദ വർക്കിന്റെ പ്രോഗ്രസ്, അതുപോലെ തന്നെ നോ ദ ആക്ച്വൽ വർക്ക് പെർഫോംഡ്, എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്ത ജോലി എന്ന് നോക്കാം. ടു എൻഷുർ ഇറ്റ് ഈസ് ഇൻ ദ കൺഫോമിറ്റി വിത്ത് ദ പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്സ്. ഏതൊരു ജോലി ആയിരിക്കുമ്പോഴും ഏതൊരു പ്രവൃത്തി ആയിരിക്കുമെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡുമായിട്ട് യോജിച്ച് പോകുന്നുണ്ടോ നമ്മുടെ വർക്ക് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. ടു കോർഡിനേറ്റ് different activities and efforts, to take a corrective action if needed to achieve the desired result with minimum time, effort and expense, to increase the efficiency by avoiding wasteful action. ഇത്രയാണ് കൺട്രോളിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഇനി ഒരു ഒരു ഗുഡ് കൺട്രോൾ സിസ്റ്റത്തിന് എന്തൊക്കെയാണ് എസെൻഷ്യൽ ആയിട്ട് വരുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ്, ഒബ്ജക്റ്റീവ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. Control measures should be based on clear, unbiased standards and communicated in simple, comprehensive manner to ensure uniform understanding across all levels. അതായത് വളരെ ക്ലിയർ ആയിട്ടുള്ള, അൺബയസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇത് വളരെ കൃത്യമായിട്ട് ആൾക്കാരുടെ അടുത്ത് അത് കമ്മ്യൂണിക്കേറ്റും ചെയ്യണം. കോംപ്രിഹെൻസിബിൾ മാനർ ടു എൻഷുർ യൂണിഫോം അണ്ടർസ്റ്റാൻഡിങ് അക്രോസ് ഓൾ ലെവൽ. നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും വേറെ വേറെ രീതിയിൽ നമ്മുടെ ഒബ്ജക്റ്റീവിനെ എന്താ പറയുക കോംപ്രിഹെൻഡ് ചെയ്യാൻ പാടില്ല. എല്ലാം കൃത്യമായ തുല്യമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അതുപോലെ തന്നെ സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് സെലക്ട് ചെയ്യണം. കൺട്രോൾസ് മസ്റ്റ് ബി അപ്രോപ്രിയേറ്റ് ടു സ്പെസിഫിക് ടാസ്ക്, പ്രോസസ്, ഓർഗനൈസേഷൻ അലൈൻ വിത്ത് നേച്ചർ, സൈസ് ആൻഡ് ഗോൾസ് ഫോർ മാക്സിമം റിലവൻസ് ആൻഡ് എഫിഷ്യൻസി. ഒരു പ്രോസസ്സിനനുസരിച്ച്, ആ സ്പെസിഫിക് ടാസ്കിനനുസരിച്ച്, ഓർഗനൈസേഷനനുസരിച്ച്, അതിൻ്റെ നേച്ചറിന്, സൈസിന്, ഗോൾസിന് അലൈൻ ചെയ്തുകൊണ്ട് ഒരു മാക്സിമം റിലവൻ്റ് ആയിട്ടുള്ള അതുപോലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റം നമ്മൾ സെലക്ട് ചെയ്യണം.
ചെയ്യണം. ഓക്കെ, എന്നാൽ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് ചുരുക്കം. അതുപോലെ തന്നെ എഫക്റ്റീവ് റിപ്പോർട്ടിംഗ്. കൺട്രോൾ സിസ്റ്റം ഷുഡ് പ്രൊവൈഡ് ആക്യുറേറ്റ്, ടൈംലി ആൻഡ് റിലവൻറ്റ് ഇൻഫർമേഷൻ ടു ദ റൈറ്റ് പീപ്പിൾ ടു എനേബിൾ പ്രോംപ്റ്റ് ആൻഡ് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്. ഇതേപോലെ തന്നെ ഒരു പ്രത്യേക ഇതാണ് എഫക്റ്റീവ് റിപ്പോർട്ടിംഗ് എന്നുള്ളത്. അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ള, ടൈമിലി ആയിട്ടുള്ള, റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അത് കിട്ടേണ്ട ആൾക്കാരിൽ കൃത്യമായിട്ട് ഏൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം, ഒരു എഫക്റ്റീവ് റിപ്പോർട്ടിംഗ് സിസ്റ്റം വേണം. എന്തിനാണത്? അത് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിങ്ങിനാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിലാണ് ഏതൊരു മാനേജർക്കും കൃത്യമായിട്ടുള്ള സ്റ്റെപ്സ്, അതായത് കറക്റ്റീവ് ആക്ഷൻസും എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ റിപ്പോർട്ടിങ് വളരെ പ്രോപ്പർ ആയിരിക്കണം. അതുപോലെ അഡിക്വസി. കൺട്രോൾ ഷുഡ് ബി sufficient to cover all critical areas of operations without being excessive or intrusive, ensuring through oversight without burdening the system. രണ്ട് കാര്യമുണ്ട്. ഒന്ന് അഡ്വക്കസി ഉണ്ടായിരിക്കണം, മാത്രമല്ല അത് എക്സസീവ് ആകാൻ പാടില്ല. എക്സസീവ് ആയിട്ടുള്ള കൺട്രോൾ ഉണ്ടെങ്കിൽ അത് ആ സിസ്റ്റത്തിന് ബർഡൻ ആവും, അത് പ്രശ്നമാവും. എന്നാൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും, എല്ലാ പെർഫോമൻസും മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റം ആവശ്യമാണ്. അടുത്തത് ടൈംലി ആൻഡ് ഫോർവേഡ് ലുക്കിംഗ്. കൺട്രോൾ മസ്റ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് സിഗ്നൽസ് early enough to allow corrective action and should anticipate potential future deviation or problem. കൺട്രോളിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് പഴയ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്തിട്ടോ നമുക്ക് തിരുത്താൻ പറ്റില്ല. അപ്പോൾ അത് എന്തായിരിക്കണം? ഫോർവേഡ് ലുക്കിംഗ് ആയിരിക്കണം. അതേപോലെ തന്നെ എന്തെങ്കിലും വലിയ ഡാമേജുകൾ ഉണ്ടാകുന്നതിന് മുമ്പ്, വലിയ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, അൺവാണ്ടഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാവുന്നതിന് മുമ്പ് അത് ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം ആയിട്ട് ഈ കൺട്രോളിംഗ് സിസ്റ്റം പ്രവർത്തിക്കണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡാമേജും സംഭവിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇതിങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നല്ല കാര്യമില്ല. അപ്പോൾ അത് എന്തായിരിക്കണം? ടൈംലി ആൻഡ് ഫോർവേഡ് ലുക്കിംഗ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ. എ ഗുഡ് കൺട്രോൾ സിസ്റ്റം ഷുഡ് ബി അഡാപ്റ്റബിൾ ടു ചേഞ്ചസ് ഇൻ ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ conditions, allowing the organization to respond effectively to new challenges. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കൺട്രോൾ സിസ്റ്റം സെറ്റ് ചെയ്തതിന് ശേഷം അത് മാത്രമേ ഫോളോ ചെയ്യൂ എന്നുള്ള ഒരു രീതി നമുക്കറിയാലോ. മാനേജ്മെന്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാ സ്ഥലത്തും ഇതുള്ളതാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം, വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം, പുതിയ ന്യൂ ചാലഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. അടുത്തത് എക്കണോമിക്കൽ. ദ കോസ്റ്റ് ഇംപ്ലിമെന്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ കൺട്രോൾ മെക്കാനിസംസ് ഷുഡ് ബി ജസ്റ്റിഫൈഡ് ബൈ ദെയർ ബെനിഫിറ്റ്സ്, എൻഷുറിംഗ് ദേ ആർ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് റിസോഴ്സ്. എക്കണോമിക്കൽ ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റം സെറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ജോലിക്കാരൻ അയാളെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ജോലിക്കാരനെ വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും എന്താ പറയുക, എക്കണോമിക്കൽ അല്ലല്ലോ. ഒരു 12 ആൾക്കാരനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ വെക്കുമ്പോൾ മേ ബി അത് ഒരു എഫക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു കൺട്രോൾ സിസ്റ്റം ആയിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കൺട്രോളിങ് സിസ്റ്റം ഒക്കെ നമുക്കറിയാം IT ബേസ്ഡ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യണം, CCTV പോലെയുള്ള മെത്തേഡുകൾ, അതുപോലെ തന്നെ ആ രീതിയിലുള്ള മോണിറ്ററിങ് മെത്തേഡുകൾ, ഇതൊക്കെ എക്കണോമിക്കലായിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ. അടുത്തത് മോട്ടിവേറ്റിംഗ്. Control should be encourage desirable behavior by reinforcing accountability, recognizing good performance and promoting initiative and responsibility. Controlling എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാർഷ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഈ വർക്ക് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതല്ല. ഒരു സച്ച് കൺട്രോളിംഗ് സിസ്റ്റം ഷുഡ് ബി there when people are motivated, when the control system is applied. ആ രീതിയിൽ നമ്മൾ കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്യണം. അടുത്തത് acceptable. For controls to be effective, then must be seen as fair, reasonable and justifiable by the people subject to them, fostering cooperation and compliance. ഈ കൺട്രോളിംഗ് സിസ്റ്റം ആരുടെ മേലാണോ നിങ്ങൾ എന്താ പറയുക ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ മേലാണോ ഇത്തരത്തിലുള്ള അധികാരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്, അവർക്ക് ഇത് അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നണം. ഓക്കെ, അതൊരു ഫെയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള, ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള കൺട്രോളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കൺട്രോളിംഗ് മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് അക്സെപ്റ്റബിൾ എന്ന് പറയുന്നത്. പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് ഓപ്പറേഷണൽ. അടുത്തത്, control should not only identify problems but also suggest corrective actions and be actionable within the existing operational
ഫ്രെയിം വർക്ക്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമല്ല എങ്ങനെ ഇത് മറികടക്കാം എന്നുള്ളത് കൂടി കൃത്യമായിട്ട് മനസ്സിലാവുന്ന അത് ആക്ച്വലി ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അക്ഷനബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യണം. Another balanced approach. A sound control system maintains a balance between too much and too little control, avoiding micromanagement while still ensuring adequate oversight. Okay, അപ്പോൾ ഇതും ഒരു ഹ്യൂമൻ റിലേഷൻസിൽ വരുന്ന ഭാഗമാണ്. എല്ലാതും കൺട്രോൾ ചെയ്യുക, എല്ലാതും മോണിറ്റർ ചെയ്ത് എല്ലാത്തിനും ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഒരു വർക്കിനുള്ളൊരു ഫ്രീഡം നഷ്ടപ്പെടും എംപ്ലോയീസിന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു മൈക്രോ മാനേജ്മെന്റ് പാടില്ല. എന്നാൽ നമുക്ക് നമ്മൾ വിചാരിച്ച ഒബ്ജക്റ്റീവ്സ്, ഒരു മാനേജ്മെന്റ് വിചാരിച്ച ഒബ്ജക്റ്റീവ്സ് ഈ എംപ്ലോയി റിയലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള അഡ്വക്കറ്റ് ആയിട്ടുള്ള ഒരു ഓവർസൈറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും വേണം. അപ്പൊ അതിനാണ് ഒരു ബാലൻസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. പീരിയോഡിക് റിവ്യൂ അവസാനത്തത്. കൺട്രോളിംഗ് മെക്കാനിസം ഷുഡ് ബി റിവ്യൂഡ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് to ensure they remain relevant, effective and aligned with changing organizational needs. നമ്മൾ ഒരു കൺട്രോൾ സിസ്റ്റം അപ്ലൈ ചെയ്തു, അതിനുശേഷം പിന്നെ അതിന് യാതൊരു റിവ്യൂ ഇല്ലാതെ കാലാകാലങ്ങളോടും ആ ഒരു കൺട്രോൾ സിസ്റ്റം മാത്രമായിട്ട് വെക്കാൻ പറ്റില്ല. നമുക്കൊരു പീരിയോഡിക് റിവ്യൂ നടത്തണം. അത് റിലവൻ്റ് ആണോ, ഇപ്പോഴും എഫക്റ്റീവ് ആവുന്നുണ്ടോ ആ കൺട്രോളിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ നീഡ്സിന് ഒക്കെ ഇത് അലൈൻഡ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ റിവ്യൂ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഇനി സ്റ്റെപ്സ് ഇൻ കൺട്രോൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സ്റ്റെപ്സ് നോക്കാം. ആദ്യം എസ്റ്റാബ്ലിഷ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. These steps involves setting clear, specific and measurable performance standards that align with organizational goals. These standards serve as a benchmark against which actual performance can be evaluated. ഒരു എന്താ പറയുക, മെഷറബിൾ ആയിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള, സ്പെസിഫിക് ആയിട്ടുള്ള പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഓർഗനൈസേഷൻ ഗോൾസുമായിട്ട് അലൈൻ ചെയ്യും വേണം. ഓക്കെ, ഇത് ഒരു ബെഞ്ച് മാർക്കായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ദേ മേ ബി ഇൻ ദ ഫോം ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക്സ് ലൈക്ക് സെയിൽസ് ടാർഗറ്റ്സ് ആൻഡ് പ്രൊഡക്ഷൻ റേറ്റ്സ് ഓർ ക്വാളിറ്റേറ്റീവ് എക്സ്പെക്ടേഷൻസ് ലൈക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓർ പ്രൊഡക്റ്റ് ക്വാളിറ്റി. എഫക്റ്റീവ് സ്റ്റാൻഡേർഡ്സ് should be realistic, well communicated and accepted by those responsible for achieving them. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മളൊരു സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ തന്നെ പറഞ്ഞൊരു ഉദാഹരണമാണെങ്കിൽ ഒരു സെയിൽസ് സ്ഥാപനമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസ് ഷോറൂമാണ്. അപ്പോൾ ഒരു ദിവസം ഇത്ര സാരി അല്ലെങ്കിൽ ഇത്രയും വസ്ത്രങ്ങൾ അവിടെ നിന്ന് സെയിലാവണം. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യുക? നമ്മൾ ഓൾറെഡി നമുക്ക് ഒരു ഹിസ്റ്ററി ഉണ്ടായിരിക്കും അല്ലേ. ഒരു വർഷത്തെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കാം. എന്നിട്ട് ഒരു ആവറേജ് നോക്കിയിട്ട് ഇത്രയാണ് ഒരു വർഷം സെയിലാവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ദിവസം 50 സാരികളാണ് ചിലവാകുന്നതെങ്കിൽ അപ്പോൾ സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് ഒരു 60 സാരികൾ വിൽക്കാം എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, അതൊരു ബെഞ്ച് മാർക്കാണ്. അത് വെച്ചിട്ടാണ് പിന്നെ കൺട്രോൾ സിസ്റ്റം വരുന്നത്. ഓക്കെ, ഇപ്പോൾ 60 സാരി ഒരു ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന ശേഷം അടുത്ത ദിവസം 30 സാരി ചിലവാക്കുന്നുള്ളൂ എങ്കിൽ ഈ കൺട്രോൾ സിസ്റ്റം പിന്നെ അതിൽ ഇടപെടാൻ പറ്റും. അതിലെ ഇന്റർവെൻഷൻ എന്താണ് അതിന് കാരണം, അത്രയും കുറവ് സാരികൾ വിൽക്കാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കി വെക്കാം. മെഷർമെന്റ് ഓഫ് പെർഫോമൻസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ ഒരു 60 സാരികളാണ് ഒരു സ്റ്റാൻഡേർഡ് സെയിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ നമുക്ക് സെയിൽസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്ന് 30 സാരികളാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അത് മെഷർ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. കമ്പയറിങ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. അപ്പോൾ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, 60 സാരികൾക്ക് പകരം 70 സാരികളാണ് അന്ന് സെയിലായതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം ഓക്കെ അത് സ്റ്റാൻഡേർഡ്സിനേക്കാൾ ഓവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്. അതല്ല അതിൽ കുറവാണെങ്കിലോ
അതിൽ പെർഫോമൻസ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എവിടെയാണ് പെർഫോമൻസ് ഇഷ്യൂ, അതിൻ്റെ റീസൺ നോക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഓൾറെഡി മാർക്കറ്റ് ഡൗൺ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അത് ആ ഓർഗനൈസേഷൻ്റെ പ്രശ്നമല്ല. ഓക്കെ, അതേപോലെ തന്നെ ചിലപ്പോൾ സെയിൽസ് എംപ്ലോയീസ് പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല, അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല ഉണ്ടായിരിക്കാം. അത് ഇൻട്രസ്റ്റ് ഇല്ലാതാവാനും കാരണം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇൻസെൻറ്റീവ് കുറച്ചതായിരിക്കാം. ഓക്കെ, അതല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇതായിരിക്കാം കാരണം. എന്താ പറയുക, മാനേജ്മെൻറ്റുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള എന്താണ് ഇഷ്യൂ എന്നുള്ളത്, അതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കോസ് ഓഫ് ഡീവിയേഷൻ. ഇത്തരത്തിലുള്ള ഡീവിയേഷനെ എങ്ങനെയാണ് എന്താണ് കാരണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് 4ാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം കറക്റ്റീവ് ആക്ഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു, റൂട്ട് കോസ് എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻസെൻറ്റീവ് ഇല്ലാത്തതാണ് പ്രശ്നം എന്നെങ്കിൽ അത് ഇൻസെൻറ്റീവ് വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നോക്കാം. അതല്ല, മാനേജ്മെൻ്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ അത് എന്താണെന്നുള്ളത് എംപ്ലോയീസുമായി സംസാരിച്ച് അത് ശരിയാക്കിയതിന് ശേഷം വീണ്ടും പെർഫോമൻസ് റീചെക്ക് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ പെർഫോമൻസ് നോക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കറക്റ്റീവ് ആക്ഷൻസും ഈ കൺട്രോൾ സിസ്റ്റത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി കൺട്രോൾ ടെക്നിക്സ് ആണ്. ഓക്കെ, ഈ കൺട്രോൾ ടെക്നിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഒന്ന് ട്രഡീഷണൽ ടെക്നിക്സും അടുത്തത് മോഡേൺ ടെക്നിക്സും. ട്രഡീഷണൽ ടെക്നിക്സിൽ പേഴ്സണൽ ഒബ്സർവേഷൻ, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, കോസ്റ്റ് കൺട്രോൾ, ഇൻവെന്ററി കൺട്രോൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് മോഡേൺ ടെക്നിക്സ്. അതിൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, റേഷ്യോ അനാലിസിസ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ്, MIS, പെർട്ട്, CPM, ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ട്രഡീഷണൽ ടെക്നിക്സ് നോക്കാം. പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഇത് ട്രഡീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതല്ല, ഇപ്പോൾ ഈ രീതിയിലുള്ള ഇത് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണെന്ന് മാത്രം. മാനേജേഴ്സ് ഡയറക്ട്ലി ഒബ്സർവ് ദ വർക്ക് ബീയിങ് പെർഫോംഡ്. വർക്ക് ചെയ്യുന്ന ആളെ കൃത്യമായിട്ട് നേരിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കും, വളരെ ക്വിക്ക് ആയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും ആണ് ചെയ്യുന്നത്. വളരെ ക്ലോസ് ആയിട്ടുള്ള സൂപ്പർവിഷനാണ്. ഓക്കെ, ഇതിൽ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വളരെ ടൈം കൺസ്യൂമിങ് ആണ്, അതേപോലെ തന്നെ സബ്ജക്റ്റീവ് ആണ്. ആരാണോ ഒബ്സർവ് ചെയ്യുന്നത്, അപ്പോൾ അവരുടെ മെൻറ്റാലിറ്റി, അവരുടെ മൈൻഡ് സെറ്റ് ഒക്കെ ഇതിന് എന്താ പറയുക, ഒരു ഫാക്ടറായിട്ട് മാറും. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, അയാൾ കൊടുക്കുന്ന ഫീഡ്ബാക്കും ഒരു പ്രോപ്പർലി ഇമോഷണലി ബാലൻസ്ഡ് അല്ലാത്ത വ്യക്തിയെ ആണ് ഈ പേഴ്സണൽ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ അവർ കൊടുക്കുന്ന ഫീഡ്ബാക്കും എംപ്ലോയീസിന് കൊടുക്കുന്ന ഫീഡ്ബാക്കും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്. Control through numerical data such as charts, table, and graphs helps in visualizing performance trends, deviations. It simplifies complex information and assists in data based decision making. ഇത് നമുക്ക് മുന്നേ പരിചയമുണ്ടല്ലോ, ഡേറ്റ ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ വ്യക്തികളെ നമ്മുടെ ഒരു പെർസെപ്ഷനിൽ കണ്ടിട്ടല്ല അസസ് ചെയ്യുന്നത്, ഡേറ്റ മാത്രമാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഡേറ്റ എത്രത്തോളം നേരത്തെ പറഞ്ഞ എത്രത്തോളം സെയിൽ ഉണ്ടായി, അതേപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഒരു വ്യക്തി ഹാൻഡിൽ ചെയ്ത കസ്റ്റമേഴ്സ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് ഒക്കെ നമുക്ക് മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. ഈ സിസാറ്റ് സർവേ പോലെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കംപ്ലൈൻറ്റ് ബോക്സ് കാര്യങ്ങളൊക്കെ. ചില ആൾക്കാരും പ്രത്യേക ഒരു 1-2 വ്യക്തികളിലേക്ക് മാത്രം കൂടുതൽ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഓക്കെ ഇത്രയും കംപ്ലൈൻറ്റ് ഒരാളുടെ പേരിലാണ് വരുന്നത്, അപ്പോൾ അതിലെന്തോ അയാളുടെ ബിഹേവിയറിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് എന്താ പറയുക ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ അനാലിസിസ്. This technique determines the point at which total revenue equals to the total cost, helping managers to understand the level of sales needed to avoid losses. It is useful for pricing, cost control, and financial planning.
ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം പൈസ മുടക്കി അത്രത്തോളം പൈസ കിട്ടാൻ നമ്മൾ എത്രത്തോളം സെയിൽ ചെയ്യണം. അപ്പോൾ 10 കാറ് ഒരു എന്താ പറയുക ഒരു ഷോറൂമിലുണ്ട്. അപ്പോൾ ആ 10 കാറ് വാങ്ങിയത് ചിലപ്പോൾ ഒരു 3 കോടി രൂപയ്ക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 കോടി രൂപ വിൽക്കാൻ എത്ര കാർ വിൽക്കണം? 5 കാർ വിറ്റാൽ മതിയോ അതോ 6 കാർ വിറ്റാൽ മതിയോ? ഓക്കെ, 5-6 കാർ വിൽക്കുകയാണെങ്കിൽ അപ്പോൾ ബാക്കി 4 കാറിൽ ലാഭമാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് പക്ഷേ 7, 8, 9 ഒക്കെ ആകുമ്പോൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ബ്രേക്ക് ഇവൻ വളരെ മുമ്പ് തന്നെ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിനനുസരിച്ച് പ്രൈസിങ് കൺട്രോൾ ചെയ്യാം, അതുപോലെ ഇത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാം. അത്തരത്തിലുള്ള അനാലിസിസുകളാണ് ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ ബ്രേക്ക് ഇവൻ അനാലിസിസിൽ തന്നെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. കോസ്റ്റ് കൺട്രോളിലും അതിൽ തന്നെ അതിലെ ടേംസുകൾ വരുന്നുണ്ട്. അത് ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ്, കാരണം അത്രയും ഡീപ്പായിട്ട് ചോദിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ. ഓക്കെ, ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്താണെന്നോ കോസ്റ്റ് കൺട്രോൾ എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, cost control this method focuses on managing reducing operational costs through budgeting, cost comparison and variance analysis. It ensures that spending aligns with the planned financial limit. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഒരു 2 കാര്യമുണ്ട്. ഒന്ന് നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാം, മറ്റേത് റവന്യൂ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കൂട്ടാൻ ഉള്ള രീതിയിൽ ഒരുപാട് മാർക്കറ്റ് ചെയ്ത് മറ്റും രീതിയിൽ റവന്യൂ ഇൻക്രീസ് ചെയ്യാം. അതേപോലെ തന്നെ കോസ്റ്റും കൺട്രോൾ ചെയ്യാം. നമുക്ക് എത്രത്തോളം ക്യാഷ് ഒരു എന്താ പറയുക ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി വരുന്നുണ്ട്, അതിൽ എങ്ങനെ കുറയ്ക്കാൻ പറ്റും, അത്തരത്തിലുള്ള കൺട്രോളിനെയാണ് കോസ്റ്റ് കൺട്രോൾ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇൻവെന്ററി കൺട്രോൾ ഇറ്റ് ഇൻവോൾവ്സ് മെയിൻറ്റെയിനിങ് ഒപ്റ്റിമൽ ഇൻവെന്ററി ലെവൽസ് ടു റെഡ്യൂസ് ഹോൾഡിംഗ് കോസ്റ്റ് വൈൽ അവോയ്ഡിംഗ് സ്റ്റോക്ക് ഔട്ട്സ്. ടെക്നിക്സ് ഇൻക്ലൂഡ് EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ABC അനാലിസിസ് ആൻഡ് റെഗുലർ സ്റ്റോക്ക് ഓഡിറ്റ്സ്. അതായത് കൃത്യമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻവെന്ററി മാത്രം വെക്കുക. കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോർട്ടേജ് നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ ബാധിക്കും, കൂടിക്കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഇൻവെന്ററി പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തിട്ട് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് മോഡേൺ ടെക്നിക്സ് ഓഫ് കൺട്രോൾ. അതിൽ ആദ്യത്തെയാണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ROI measures the efficiency of investment by comparing net profits to the cost of the investment. It helps in evaluating business segments or projects and directing resources towards more profitable areas. അതായത് നമുക്കൊരു പ്രത്യേക പാർട്ട് 100 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര രൂപ കിട്ടുന്നുണ്ട്? 110 രൂപയാണ് കിട്ടുന്നത്, അതോ 120 രൂപയാണ് കിട്ടുന്നത്, അതോ 150 രൂപയാണ് കിട്ടുന്നത്? നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന ഏരിയയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഒരു പ്രത്യേക ബിസിനസ്സിൽ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 200 രൂപ കിട്ടും, മറ്റൊരു ബിസിനസ്സിൽ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 110 രൂപ കിട്ടുകയും ചെയ്യും. 2 ലാഭമാണെങ്കിൽ കൂടി ഈ 110 രൂപ കിട്ടുന്നത് ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒന്ന് നമുക്ക് വലിയ പ്രോഫിറ്റബിൾ അല്ല, മറ്റേത് ഈ 110 എന്നുള്ളത് ചിലപ്പോൾ അതിന് കുറയാനും നഷ്ടം വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ടൂൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് റേഷ്യോ അനാലിസിസ്. This involves analyzing financial ratios like liquidity, profitability, and solvency to assess organizational health. It supports long-term planning and financial control. ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ കുറെ റേഷ്യോകളുണ്ട്. ലിക്വിഡിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ എന്നൊക്കെ പറയുന്നത്. ഈ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കമ്പനി റൺ ചെയ്യുമ്പോൾ ഒരു ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു ഫുഡ് റെസ്റ്റോറൻറ്റ് നടത്താമെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ വാങ്ങാനുള്ള മീറ്റ്, അതുപോലെ റൈസ്, അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല്, ഇതൊക്കെ അവരുടെ ഷോർട്ട് ടൈം ഒബ്ലിഗേഷനാണ്. ഇതൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുക അവർക്ക് പൈസ കൊടുത്തുകൊണ്ട് ഇരിക്കേണ്ടി വരും. ഓക്കെ, കാരണം അതാണല്ലോ പിന്നീട് അതാണ് അവരുടെ റോ മെറ്റീരിയൽസ്, അതാണ് അവർ ഫുഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള പൈസ അവരുടെ കയ്യിലുണ്ടോ ഇപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്? ഇപ്പം നാളെ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് മീറ്റ് വേണ്ടി വരും, റൈസ് വേണ്ടി വരും,
ഓക്കെ. അതുപോലെ തന്നെ ആൾക്കാർക്ക് വേജ് കൊടുക്കേണ്ടി വരും. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ക്യാഷ് ഇപ്പൊ കയ്യിലുണ്ടോ എന്നുള്ളതാണ് ഈ ലിക്വിഡിറ്റി റേറ്റ്. ഇത് വലിയ ഇവർക്ക് എത്രത്തോളം ലോൺ ഉണ്ട് എന്നുള്ളതൊന്നും, അല്ലെങ്കിൽ ഇനി എംപ്ലോയീസിന് ദീർഘകാലം ഇവർക്ക് വേജ് സാലറി കൊടുക്കാൻ പറ്റുമോ, അത്രയ്ക്ക് അങ്ങോട്ട് ഡീപ്പല്ല. ഇത് വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ് ലിക്വിഡിറ്റി റേഷ്യോ. ഇനി സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം ഇപ്പോൾ മൊത്തം ഈ റെസ്റ്റോറൻറ്റിന്റെ എല്ലാ ആസ്തികളും വിറ്റ് കഴിഞ്ഞാൽ ഇവരുടെ ലയബിലിറ്റി കറക്റ്റായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുമോ. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റിലാണ് ഈ ഹോട്ടൽ തുടങ്ങിയതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഹോട്ടലിലെ സാധനങ്ങൾ എല്ലാതും പറക്കിയെടുത്ത് വിറ്റ് കഴിഞ്ഞാൽ 10 ലക്ഷം കിട്ടുമോ എന്നുള്ളതൊരു കാര്യം. അതുപോലെ അയാളുടെ ടോട്ടൽ പ്രോഫിറ്റബിലിറ്റി, ഇപ്പോൾ ഉള്ള പ്രോഫിറ്റ് ഇതെല്ലാം കൂടി 10 ലക്ഷം കിട്ടില്ല എന്ന് വിചാരിക്കുക. അതൊരു 5 ലക്ഷം ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അതൊരു സോൾവൻസി അല്ല, അതൊരു ഇൻസോൾവെന്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ അത്തരത്തില് ഉള്ള ഒരു അനാലിസിസ് മുന്നേ നോക്കി ആണെങ്കിൽ അപ്പൊ അത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനും ഓർഗനൈസേഷണൽ ഹെൽത്ത്, ഇതിപ്പോ പെട്ടെന്ന് 10 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അത് ചുരുങ്ങി അത് 5 ലക്ഷം ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ ഇൻസോൾവൻസി റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അസറ്റിന്റെ മൊത്തം വാല്യൂ ചിലപ്പോൾ 9 ലക്ഷം ആവും, 8.5 ലക്ഷം ആവും. അപ്പൊ മനസ്സിലാവാം, ഓക്കെ, ഇത് ഒരു ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ എന്താ വേണ്ടത്? 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അസറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓപ്പറേഷൻ കൂടുന്തോറും എന്തെങ്കിലും അസറ്റ് കൂടുതലല്ലേ വേണ്ടത്, കുറയല്ലല്ലോ വേണ്ടത്. ഓക്കെ. അപ്പോൾ ആ രീതിയിലുള്ള ചില റേഷ്യോ അനാലിസിസ്, പ്രോഫിറ്റബിലിറ്റി, അതായത് സെയിം തന്നെയാണ് ഈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെ എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഇതിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട്, ഇതൊക്കെ എന്തിനാ ചെക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ബെഞ്ച് മാർക്ക് പോലെയാണ്. ഇത് ചെക്ക് ചെയ്തിട്ട് ഇതിന്ന് കുറവാണ് വരുന്നതെങ്കിൽ അപ്പോൾ അതിന്റെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടതുണ്ട്. Responsibility accounting. In this system, specific responsibilities and performance metrics are assigned to different managers or departments. It fosters accountability and helps in evaluating managerial performance. Responsibility accounting എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം. ഒരു ഷൂ കമ്പനി, ആ ഷൂ കമ്പനിക്ക് പലതരത്തിലുള്ള ബ്രാഞ്ച് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. ഒന്ന് ഷൂ മേക്ക് ചെയ്യുന്ന, മാനുഫാക്ചറിങ് ചെയ്യുന്ന സ്ഥലം. ഓക്കെ. അപ്പം മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്? ഏറ്റവും കുറവ് ചെലവിൽ മാനുഫാക്ചർ ചെയ്യണം. അപ്പം അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അതൊരു കോസ്റ്റ് സെൻ്ററാണ്. അപ്പോൾ കോസ്റ്റ് പരമാവധി കുറയ്ക്കാൻ പറ്റും. ഓക്കെ. എന്നാൽ ഒരു മാർക്കറ്റിംഗ് ഏരിയ നോക്കൂ, ഇത് പരമാവധി റവന്യൂ കൂട്ടുന്ന സ്ഥലമാണ് അല്ലേ. അപ്പൊ റവന്യൂ, അവരുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ റവന്യൂ കൂട്ടാണ്, ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്താനാണ്. ഇതിന് എത്ര ചെലവ് വരുന്നുണ്ട്, അതിനെങ്ങനെ കൺട്രോൾ ചെയ്യുക, അതൊന്നും അവരുടെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ബാധ്യതയല്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോ അങ്ങനെ ഡിപ്പാർട്ട്മെന്റലൈസ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ധാരണ കിട്ടും. ഓക്കെ, ഇത് കോസ്റ്റ് വരുന്നത് ഇത്രയാണ്, ഇത് കുറയ്ക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അപ്പൊ ആ മാനുഫാക്ചറിങ് യൂണിറ്റിൽ മാത്രമാണ് നമ്മൾ മാനേജറിയൽ ആയിട്ടുള്ള വർക്ക്, കറക്റ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടത്. ഓക്കെ. കാരണം സെയിൽസ് അവരുടെ ജോലി അവർ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ. അതിൽ യാതൊരു ഇന്റർവെൻഷനും ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ എവിടെയാണ് കൃത്യമായിട്ട് ഇന്റർവെൻഷൻ ആവശ്യമായിട്ട് വരിക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാൻ എന്ത് പറ്റും? ഈ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിന് പറ്റും. അടുത്തത് മാനേജ്മെന്റ് ഓഡിറ്റ്. ദിസ് ഈസ് എ കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഓഫ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെന്റ് പ്രാക്ടീസസ്. ഇറ്റ് എയിംസ് ടു ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ്, റിസോഴ്സ് യൂസ് ആൻഡ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. ഈ മാനേജ്മെന്റിലെ ഓഡിറ്റ് എല്ലാ കൃത്യമായിട്ടുള്ള പെർഫോമൻസ്, എല്ലാ യൂണിറ്റുകളിലും എങ്ങനെയാണ് പെർഫോമൻസ് വരുന്നത്, എവിടെയാണ് ഫോൾട്ടി മാനേജ്മെന്റ് ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കാനാണ് ഈ ഒരു മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ. അടുത്തത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. MIS കുറിച്ച് എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. MIS പ്രൊവൈഡ് ടൈംലി റിലവൻറ്റ് അക്യുറേറ്റ് ഇൻഫർമേഷൻ ടു മാനേജേഴ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇറ്റ് ഓട്ടോമേറ്റ്സ് ഡാറ്റ കളക്ഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് പ്രോസസ് ടു എൻഹാൻസ് കൺട്രോൾ എഫിഷ്യൻസി. അത് എല്ലാ തരത്തിലുള്ള എന്താ പറയുക ആക്ടിവിറ്റീസും സിസ്റ്റത്തിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന രീതിയിൽ ഡാറ്റ സെഗ്രിഗേറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് MIS. ഓക്കെ. അടുത്തത് PERT, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്സ്.
PERT is a project management tool used to plan and control large-scale projects and analyzing the time required for each task and identify the minimum completion time. ഇതില് നമുക്ക് പെർട്ടിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇവന്റ് എന്നുള്ളത്. അതായത് ഒരു വലിയൊരു പ്രൊജക്റ്റിനെ ഒരുപാട് വളരെ കോംപ്രിഹെൻസിബിൾ ആയിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള ഇവന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ ഇവന്റുകൾക്ക് ഒരു എന്താ പറയുക, എപ്പോഴാണ് അത് കംപ്ലീഷൻ നടത്താൻ പറ്റുക, അതിനെ എന്താ പറയുക മോണിറ്റർ ചെയ്തുകൊണ്ട് ഒക്കെ എന്താ പറയുക ഈ പ്രൊജക്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പെർട്ട് എന്നുള്ളത്. പെർഫോമൻസ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്സ്. അടുത്തത് CPM, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. CPM helps scheduling the project's activities and identifying critical tasks that could delay the project, and it aids the resource allocation and ensures timely project completion. ഇതും അതേപോലെ തന്നെയുള്ള ഈ ഇവന്റുകൾ ഒരുപാട് എന്താ പറയുക, ഒരു വലിയ പ്രൊജക്റ്റിന് ഒരുപാട് ഇവന്റുകളായിട്ട് അതിൻ്റെ ടൈം ലീനിയൻ്റ് ആയിട്ട് എങ്ങനെയാണോ ടൈം വരുന്നത് അതിനനുസരിച്ച് അതിനെ എന്താ പറയുക സ്കെഡ്യൂൾ ചെയ്യും. അപ്പോൾ ചില പ്രൊജക്റ്റുകൾ ചില ഇവന്റുകൾ ടൈം എടുക്കുന്നതാണെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഏത് ആദ്യം ചെയ്ത് കഴിഞ്ഞാലാണ് ആ പ്രൊജക്റ്റ് ഏറ്റവും പെട്ടെന്ന് കംപ്ലീഷൻ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഒരു 10 ഇവന്റ് ഉണ്ട്, ആ 10 ഇവന്റ് നമ്മളിവിടെ എഴുതി. ഓക്കെ, അതിനുശേഷം നമുക്ക് മനസ്സിലായി 9ാമത്തെ ഇവന്റ് ഒരുപാട് സമയമെടുക്കും. ഓക്കെ, ടോട്ടൽ പ്രൊജക്റ്റിന്റെ ലെങ്ത് ഈ 9ാമത്തെ ഇവന്റിനുണ്ട്. അപ്പൊ നമ്മൾ സീക്വൻഷ്യൽ ആയിട്ട് ചെയ്യുന്നതിന് പകരം 9ാമത്തെ ഇവന്റ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, ഇപ്പൊ ഏതെങ്കിലും കാസ്കേഡിങ് എഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ 9ാമത്തെ ഇവന്റ് വെയിറ്റ് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അത് ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെന്ന് വിചാരിക്കുക, അതിന് ഒരുപാട് സമയം എടുക്കുന്നതാണെങ്കിൽ അപ്പോൾ അത് ഈ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ അനലൈസ് ചെയ്തിട്ട് അത് ആദ്യം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രൊജക്റ്റിന് ടൈംലി കംപ്ലീഷൻ സാധ്യമാവും. ഓക്കെ, അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റ് മാനേജ്മെന്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അജൈലിലും TQM-ലും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് നോക്കാം. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടണമെങ്കിൽ ഈ പെർട്ട് CPM ഇതിനൊക്കെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഏതെങ്കിലും എന്താ പറയാ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഞാൻ വളരെ ചെറുതാക്കിയിട്ട് കൺട്രോളിങ് എന്നുള്ള ഒരു പോർഷൻ എടുത്തതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ പെർട്ടിനെയോ CPM-നെയോ ഞാൻ ഇതിൽ ഇലാബറേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.